ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ ഫേഷ്യലാണ്. നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ കറുത്ത പാടുകളൊക്കെ പോകാനും നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനും ഒരു ഫേഷ്യലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു ടൊമാറ്റോയാണ്. ഒരു ടൊമാറ്റോ ഉപയോഗിച്ച് നമ്മൾ ഈ ഫേഷ്യൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ടൊമാറ്റോ ഇതുപോലെ സ്ലൈസായിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ബൗളിലേക്ക് കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ പശുവിൻ പാലോ എടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് മിൽക്കാണ്. ഈ കോക്കനട്ട് മിൽക്കിലേക്ക് നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുത്ത് മുഖം ഒന്ന് നമുക്ക് റബ്ബ് ചെയ്തെടുക്കാം. അപ്പോൾ മുഖത്തുള്ള അഴുക്കുകളൊക്കെ ഉണ്ട് പോകാനും മുഖം നല്ല സ്മൂത്ത് ആകാനും നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്ലൈസ് പാലിലോട്ട് മുക്കിയ ശേഷം നമുക്ക് മുഖത്തൊരു 10 മിനിറ്റോളം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ പാലിനകത്ത് മുക്കിയ ശേഷം ഫേസ് കംപ്ലീറ്റ് ഈ ടൊമാറ്റോയുടെ സ്ലൈസ് ഉപയോഗിച്ച് മുഖം ഫുള്ള് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ്നെസ് ആവുകയും അതുപോലെ തന്നെ നല്ലൊരു തിളക്കം തോന്നിക്കുകയും മുഖത്തുള്ള അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ വളരെ നല്ലതാണ്. ഒരു 10 മിനിറ്റ് ഇതുപോലെ മസാജ് കൊടുത്ത ശേഷം തണുത്ത വെള്ളത്തിൽ ഇതുപോലെ സ്പോഞ്ചിൽ നമുക്ക് മുഖം വാഷ് ഔട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കഴുകിയെടുക്കാം. അപ്പം ഞാനൊരു തുടച്ചാണ് എടുക്കുന്നത്. അപ്പം മുഖം നല്ലോണം വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹണിയാണ്. 1 ടീസ്പൂൺ ഹണി ടൊമാറ്റോ സ്ലൈസിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഹണി ഉപയോഗിച്ച് ഈ മുഖത്ത് ഒരു 10 മിനിറ്റോളം ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാനും കറുത്ത പാടുകളൊക്കെ പോകാനും അതുപോലെ മുഖം നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. ഒരു 10 മിനിറ്റ് ഇതുപോലെ മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലെ 10 മിനിറ്റ് മുഖത്ത് മസാജ് കൊടുത്ത ശേഷം അത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം മുഖം നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റനാവുകയും വിങ്കിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും അതുപോലെ സൺടാൻ മൂലമുള്ള കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ വളരെ നല്ലതാണ്. അതിനുശേഷം നമുക്ക് 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടർമറിക് ഉപയോഗിച്ചുള്ളൊരു ഫേഷ്യലാണ്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ ടൊമാറ്റോയുടെ ഇട്ട് കൊടുത്ത ശേഷം മുഖത്ത് ഒരു 10 മിനിറ്റ് ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ലൊരു പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ പോകാനും നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനും നല്ല ഗ്ലോയിങ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് ആഴ്ച 2 തവണ മാത്രം നമുക്ക് ചെയ്ത് കൊടുത്താൽ മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടുകയും മുഖം നല്ല സ്മൂത്ത് ആവുകയും നല്ലൊരു ഭംഗി തോന്നിക്കുകയൊക്കെ ചെയ്യും. അപ്പം മുഖത്ത് ഞാനൊരു 10 മിനിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്ക് 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓയിൽ മസാജാണ്. അപ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒലിവ് ഓയിൽ ടൊമാറ്റോ സ്ലൈസിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം മുഖത്ത് ഒരു 10 മിനിറ്റ് ഇതുപോലെ മസാജ് കൊടുത്ത് എല്ലാം ഒരു 10 മിനിറ്റോളം നമ്മൾ മുഖത്ത് മസാജ് കൊടുത്ത ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയും അതുപോലെ മുഖത്ത് തിളക്കം തോന്നിക്കുകയും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇതുപോലെ മസാജ് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയും. പിന്നെ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈസ് പൗഡർ ഉപയോഗിച്ചൊരു മസാജാണ്. അപ്പം ഈ റൈസ് പൗഡർ ടൊമാറ്റോ സ്ലൈസിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം 10 മിനിറ്റ് മുഖത്ത് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം മുഖം നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുകയും നല്ലൊരു തിളക്കം തോന്നിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ നമ്മുടെ മൂക്കിലുള്ള കറുത്ത പാടുകളും കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകളും ഒക്കെ ഉണ്ട് പോകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ നല്ലോണം മസാജ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ഇത് ഡ്രൈ ആയ ശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ മുഖം നല്ലൊരു തിളക്കം തോന്നിക്കുകയും നല്ലൊരു ബ്രൈറ്റ്നെസ് തോന്നിക്കുകയും ഒക്കെ വളരെ നല്ലതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഒരു ഫേഷ്യലാണിത്. അതുപോലെ തന്നെ വെയിലടിച്ചുള്ള കരിവാളിപ്പൊക്കെ മുഖത്തൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകാൻ സഹായിക്കുന്ന ഒരു ഫേഷ്യലാണ്. വീട്ടിലുള്ള ഈ ഒരു സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം നമുക്ക് മുഖം നല്ല ബ്രൈറ്റ്നെസ് ആക്കി എടുക്കുകയും ചെയ്യും. മുഖം നല്ല തിളക്കം തോന്നിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.